ആയിട്ടാണ് പുതിയ സർവൈവൽ സീരീസിൻ്റെ പാർട്ട് 3 ആണിത്. നിങ്ങൾക്കൊരു സൂത്രം കാണിച്ച് അതൊന്നും ഒരു ചെടി പോലും ഇല്ലാത്ത പിഗ്. ഈ പിഗിൻ്റെ ദേഹത്ത് നോക്കെ കണ്ട ചെടി കുളിച്ച് കണക്ക് നമുക്ക് വേണമെന്ന് തോന്നുന്നു. എനിക്കന്നിവിടെ നമ്മളിവിടെ ഒരു ബേബി ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട്. 3 കോമ്പസ്റ്റ് ഉണ്ടാക്കി പൊച്ച് വലുതായി ഇതിനകത്ത് ട്രേഡ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. 5 കൊച്ചുങ്ങളെ വലുതായിട്ടുണ്ട്. 5 വില്ലേജായിട്ടുള്ളൂ. ഇനി നമുക്ക് ഫുഡ് കൊണ്ടുവരണം. അതിന് വേണ്ടി നമ്മുടെ വീട്ടിൽ മരമൊക്കെ മുറിച്ച് കുറച്ച് ആപ്പിളും കിട്ടി. അത് ബോൺവീലാക്കി ട്രീയുടെ സാപ്ലിങ്സും വെച്ച് ബോൺവീലാക്കി നമ്മൾ സെറ്റായി അങ്ങോട്ട് പോയി. താണ്ടി അത് ഈ വെള്ളത്തിൻ്റെ അടുത്ത് സ്പോണാവുന്നേ വന്നു കേട്ടാ. നമുക്ക് വില്ലേജിലോട്ട് പോയിട്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മളൊരു സ്വന്തമായിട്ട് മൈനിങ് ഏരിയ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഡയമണ്ട് കണ്ടുപിടിക്കണം. അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. വില്ലേജ് എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാം വില്ലേജസിനെ ട്രാപ്പാക്കി. പക്ഷേ മറ്റേ അവിടെ സ്പോണായിരിക്കുന്ന വില്ലേജസ് ഡീസ്പോൺ ആവുമോ എന്നാണ് എനിക്ക് സംശയം. ഇപ്പം എന്തെങ്കിലും ക്ലോക്സിൻ്റെ കുറച്ച് വെയിറ്റ് ചെയ്തിരിക്കാം. എന്തെങ്കിലും ഒന്നും വിളയുന്നെങ്കിൽ അത് കുറച്ച് വിറ്റിട്ട് അത് വെച്ച് ബ്രെഡ് ഉണ്ടാക്കാം. കാണിച്ചത് അഹങ്കാരമായി പോയി. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഗൈസ്. നമുക്ക് എന്തായാലും ഇത് വിളഞ്ഞിട്ടില്ല. ഇവനേത് ഇവിടെ നീ ചാടിയ നീ കുരിപ്പ് തെണ്ടിനെ ഞാൻ കൊല്ലുന്നേ. കിഴങ്ങ് വേണോ അത് ക്യാരറ്റ് വേണോ? കിഴങ്ങെടുത്ത ക്യാരറ്റാണോ അത് ഇത് മനസ്സിലായില്ല. ക്യാരറ്റ് കിട്ടിയ അപ്പൊ എവിടുന്ന് ക്യാരറ്റ് കിട്ടിയത്? ഒന്നും പൊട്ടിച്ചില്ലല്ല. ക്യാരറ്റാണോ ഇത്? അല്ല ക്യാരറ്റ് എവിടുന്ന് കിട്ടി? ഓ അത് കണ്ട ഗൈസ്, സ്മാൾ ബേബി. മുട്ട കിട്ടിയിട്ടുണ്ട്. കോഴി മുട്ട അധികം പോയി. അയ്യോ ഒന്നും കിട്ടിയില്ല. വില്ലേജന്റെ തലയ്ക്കൊക്കെ എറിയാണ്. കോഴി പൂങ്കോഴി നിക്കടാ. ഓ തൂരൊക്കെ വലിയ കോഴി അടിച്ച. നമുക്ക് എന്തായാലും ഇത് ഒരു
11 ഇത് ബോൺവിലിയാണ്. 1 2 3 4 5 6 7 8 9 ഇത് കിഴങ്ങായിരുന്നില്ലേ, തെറ്റുപറ്റിപ്പോയി. അപ്പത്തേന് കിട്ടിയില്ലേ? കിട്ടി അവിടെ നിന്ന് പൊട്ടിച്ച. നമുക്കിവിടെ കിഴങ്ങ് കുറച്ചങ്ങ് വെച്ചാൽ അയ്യോ 10 കിഴങ്ങും ഇത്രയും ബോൺവിലുണ്ട്. ഇനി ക്യാരറ്റ് നമ്മൾ 1 2 ഇത് ഇവിടുത്തെ ക്യാരറ്റ് എവിടെ പോയി നോക്കുന്നത്? ക്യാരറ്റ് അല്ലേ? സംശയം. അത് ക്യാരറ്റ് വിളഞ്ഞത് ഇപ്പോൾ ഉണ്ട്, പക്ഷെ ഇപ്പൊ പിച്ചാതായിട്ടില്ല. അത് ഇപ്പൊ വിളഞ്ഞതാന്ന് വിചാരിച്ച് നമ്മള് പിച്ചി ഒന്നേ കിട്ടിയുള്ളൂ. അതാണ് അത് നമ്മളുടെ കണ്ട ക്യാരറ്റ് എന്നുണ്ട് നിങ്ങൾ ആനിമേഷൻ. ഇല്ല, തെണ്ടീനെ ഞാൻ കൊല്ലാം. നോക്കിക്കോ, തെണ്ടി എല്ലാം കൂടെ ഇതിനകത്ത് വന്ന് ഇളക്കി പണിയുന്നു. മാറി അവനെ കൊന്നാലേ ശരിയാത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ വരുന്ന വെച്ച പുറകെ ഓടി വരുന്നുണ്ട്. ഓടി തെള്ളിക്കോ. അയ്യോ ജമ്പ് ചെയ്യാൻ പറ്റിയില്ല. ലാവ നമ്മളിങ്ങ് എടുത്തോണ്ടിരിക്കും അവിടെ അയൺ ഫാം ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷെ ഇപ്പം നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കിട്ടിയിട്ടില്ല. നമുക്ക് ടെസ്റ്റ് 2 ടെസ്റ്റ് ഒരുമിച്ച് നോക്കാം. ബീട്രൂട്ട് ഇട്ടേക്കാം. ബീട്രൂട്ട് ആവശ്യമില്ല. ബീട്രൂട്ട് സീഡാണ് വേണ്ടത്. ബീട്രൂട്ടിൻ്റെ സീഡാണ് വേണ്ടത്. വീറ്റ് 12 വീറ്റ് വെച്ച് ബ്രെഡ്, കുറച്ച് ബ്രെഡും കൂടെ ഉണ്ടാക്കി ക്യാരറ്റ് 3 പൊട്ടറ്റോയും വെച്ചേക്കാം. 5 ക്യാരറ്റ്, 5 ഇത് വീറ്റിൻ്റെ സീഡ്. ഇത് ബീട്രൂട്ട് സീഡുണ്ട്. എന്തായാലും അങ്ങോട്ട് പോകേണ്ട വരും. ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റില്ല വീറ്റ് വെച്ച്. വീറ്റല്ലേ, ഷുഗർ കെയിനല്ലേ പൊട്ടാനായിരുന്നു. ഷുഗർ കെയിനകത്ത് വെച്ചിട്ട് വീറ്റാന്ന് വിചാരിച്ചിരിക്കുക. അപ്പം ഇത് ഇത്രയും കൂടെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. പങ്കിൻ പൈസ ഉണ്ടാക്കിയെന്നെങ്കിൽ നമ്മൾ കൊടുക്കാൻ. എൻ്റെ മറ്റി തിണ്ടി അങ്ങ് തട്ടിക്കളയാം. എടുക്കുന്ന പാട് തിണ്ടിയെ കാണിയാണ് യൂട്യൂബ്.
അതെ നമ്മള് അതാ നിക്കുന്ന ഈ പോടാ പോടാ ചാവടാ വാഴ ചുമ്മാ ഇത് ഇവിടുന്ന് ചാടി വന്നാണ് ഇവിടെ വിളിച്ച കേട്ടാ കുറച്ച് ലോങ് പോണം കേട്ടാ കൈ ചാടി ചാടിപ്പോ ചാവാനും പോകുന്നില്ല പീസ് വീട്ടെന്ന് വെച്ച് ചാവത്തില്ലല്ലോ ഞാനിങ്ങനെ തെരഞ്ഞു പോയാണ് ഒരു ദിവസം ഉമ്മാരത്തൊന്ന് നിൽക്കണം വാണില്ലാതെ നീ കയ്യൊക്കെ വീഴ്ച നമുക്കിവിടെ പണി ചെയ്യാനുണ്ട് അത് ചെയ്യണോ അത് മൈനിങ്ങിന്റെ പണിയായിട്ട് പോകണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിലിപ്പോ ഒരു ഘടിപ്പിച്ച സ്റ്റോണ് രണ്ട് ബിഹേഡ് നിറഞ്ഞ് കയം ഫാമും ഉണ്ടാക്കിയില്ല മഞ്ഞ് എന്തായാലും മറ്റേ പണി ഇതിന്റെ പണി ചെയ്യ വീടാവും പാവപ്പെട്ട അവധി കിട്ടുന്നു ആവടാ എനിക്കൊന്നും കിട്ടിയില്ലെന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒരാളുണ്ടോ വാടകയിൽ
അടുത്ത ദിവസം വരുമ്പോൾ ഞാൻ ഉൾക്കാർക്ക് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പവർ 20 പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നു, 20 പേര് ഇവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എല്ലാം തന്നെ ഡിസ്കാട്ടും. ഇതിൻ്റെ പണി രാവിലെ ആകുമ്പോൾ പിന്നെ പോണമെന്ന് തോന്നുന്നു. നയിക്കാൻ വേണ്ടി ചെന്നിട്ട് നോക്കാനും പറ്റില്ല. കൊച്ചടക്കന്മാരിന്ന് ചാടും. ഏകദേശം പണി തുടങ്ങാൻ സമയമായെന്ന് തോന്നുന്നു. നമുക്ക് അവന്മാർ അടി ഇട്ടിട്ടുണ്ട്. പക്ഷെ അവന്മാർ ഭയങ്കര സ്പോണായാൽ വിഷയമാ. എവിടെ വെക്കും?
കയ്യിരിക്കുന്ന ഡേറ്റ അങ്ങ് തീർക്കണം. ഡേറ്റ് പതുക്കെ ഇങ്ങനെ നീങ്ങി പോവാം. ഇങ്ങനെ വെക്കുക. കുറച്ചും കൂടെ വേണം. ഡേറ്റ് ഉണ്ടായിരുന്നില്ലേ? കുഴി അങ്ങ് അടച്ചേക്കങ്ങ്. കുഴി അടച്ചില്ലേ വിഷയമാണ്. നമ്മൾ ഇച്ചിരി അടച്ച് ഇനി ഉണ്ടല്ലോ ഡേറ്റ് കഴിക്കും. ഉണ്ട് അതും കൂടെ അങ്ങ് തീർത്താൽ ചുമ്മാ കൈ ഡേറ്റ് കഴിക്കുന്ന ഇവിടെ ഓക്കെ. നമ്മളിവിടെ പൂച്ചയൊക്കെ സ്പോണാവുന്നു കേട്ടോ. അയങ്കോളം ചിലപ്പോൾ സ്പോണാവാൻ ചാൻസ് ഉണ്ട്. പറയാൻ പറ്റില്ല. പൂച്ച സാധനമായൊക്കെ സ്പോണ SP എങ്കിലും കിട്ടുന്നുണ്ട്. എന്ത് സാധനം ഉണ്ടാക്കി ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്പൂണായി വന്നുണ്ടോ തന്നെ ഒരു ദിവസം എല്ലാത്തിനും ഇത് കിട്ടുന്നേ ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ വരുന്നത്. അപ്പൊ അവിടെ ഒരു 3 അടി കുഴിക്കണം. നമ്മളെങ്കിലിപ്പോ ഏതെങ്കിലും കുഴപ്പമില്ല. അതായത് കുഴപ്പത്തിന് ഒന്ന് നമുക്ക് സെറ്റാണ്. ഇപ്പൊ നമ്മള് ഒരു സൈൻ ബോർഡ്, രണ്ടാമത്തെ സൈൻ ബോർഡും മൂന്നാമത്തെ സൈൻ ബോർഡും കൂടെ വെച്ച് എന്നിട്ട് ബക്കറ്റ് എടുക്കുക. അങ്ങനെയാണ്. ഒരു കല്ല് വെക്കുക, വെള്ളം ഒഴിക്കുക. അങ്ങനെയാണ്. ഇതെവിടെങ്കിലും എത്തിയില്ലെങ്കിൽ
ഒരു ബക്കറ്റ് വെള്ളം എടുക്കാം. 1 2 2 ഒഴിക്കുക. നമ്മളിങ്ങനെ വീണ്ടും ഇവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ നമ്മൾ കുലുങ്ങുമ്പോൾ വെള്ളം കുലുങ്ങുന്നുണ്ട് കേട്ടോ. കണ്ട കുലുങ്ങുമ്പോഴേ വെള്ളം കയ്യിരുന്നു. ഇപ്പം നമുക്ക് സ്റ്റോൺ എടുത്തിട്ട് വേവിക്കാൻ പറ്റും. സ്റ്റോൺ വേവിക്കാൻ പറ്റും. വെള്ളത്തിൻ്റെ ഇവിടെ വന്ന അയംകുളം ലാവയ്ക്കകത്ത് ഇങ്ങോട്ട് പോകണം. ഏത് എനിക്ക് ലാവ ഇവിടെ കഴിക്കാം. അവിടെ ഇല്ല മറ്റേ 2 സാധനങ്ങൾ. നമ്മുടെ വേണ്ടി വയ്ക്കാം. ഇത് എങ്ങോട്ട് പോകണമെന്ന് അതിനേക്കത്തില്ല. വെള്ളമുള്ളപ്പോൾ കത്ത നമുക്ക് വില്ലേജസിന് ഇനി എങ്ങനെ ഏതോടെ ഡയറക്റ്റ്
ഡേറ്റ് ഇതാണ്. പിന്നെ എന്തായാലും നിനക്ക് നല്ലത് പറയാൻ പറ്റില്ല. ഈ ക്രീപ്പറൊക്കെ വന്ന് പിന്നെ പുതിയതൊക്കെ ഒന്നേന്ന് പിന്നെയും പണിയാൻ നിൽക്കണം. നീ കേട്ടില്ലേ പീസ്ഫുൾ മോഡി ചെയ്തിട്ട് തീ പിടിച്ചാ? അതെങ്ങനെ പറഞ്ഞൂടാ, ഇങ്ങനെ പറഞ്ഞൂടാ. ഇല്ല കഴിച്ച് 1 2 3 2 ഇവിടെ 2 അടി ഇങ്ങനെ ഡിസ്റ്റൻസ് ചെയ്യണമെന്ന് അവര് കേൾക്കാൻ വരുന്നത്. പഴയ ഇത്യാദി പരിപാടികൾ പിന്നെ
എന്തോ കുഴപ്പമുള്ളത് പോലെ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയല്ല ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നമ്മൾ ഇത് സെറ്റാക്കിയിരിക്കും. കത്തിപ്പിടിച്ചുകൊണ്ട് കാണുന്നു നോക്കണം. ചെയ്തത് ശരിയായതാണോ അതോ എൻ്റെ കയ്യിലെ കുഴപ്പമാണോ നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അമീർ 7 ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു. ബൈ ബൈ.